ഫ്രാൻസിസ് മാർപ്പാപ്പ ഏത് തരത്തിലുള്ള വ്യത്യസ്തതയാണ് കൊണ്ടുവന്നത് എന്ന് ആലോചിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നത്. ചരിത്രപരമായിട്ടുള്ള പഠിപ്പിക്കൽ നിന്ന് വ്യതിചലിച്ചും ലളിത ജീവിതം നയിച്ചും പോപ്പ് വ്യത്യസ്തനായി. മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായ സഭാധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയിൽ പരിഷ്കരണത്തിന്റെ പാത തെളിയിക്കുന്നതിനൊപ്പം സാധാരണക്കാരുടെ അവകാശങ്ങൾക്കായി എപ്പോഴും പോപ്പ് നിലകൊണ്ടു. ഭിന്നലിംഗക്കാരെയും സ്വർഗാനുരാഗികളെയും ചേർത്ത് നിർത്താനുള്ള തീരുമാനം വിപ്ലവാത്മകമായി നീക്കമെന്ന് ലോകം വിലയിരുത്തി. ഗർഭഛിദ്രത്തിന് പോപ്പ് എന്നും എതിരായിരുന്നു. ഗർഭാവസ്ഥ മുതൽ മരണം വരെ ജീവനെ ആദരിക്കാനും സംരക്ഷിക്കാനും സന്നദ്ധരാകണമെന്ന് ആഹ്വാനം ചെയ്ത് ജീവിതം ഏറ്റവും വിലപ്പെട്ട സമ്മാനമെന്ന സന്ദേശം പോപ്പ് പകർന്നു നൽകി. പാരമ്പര്യങ്ങൾ തള്ളി സ്ത്രീകളുടെയും തടവുകാരുടെയും കാൽ കഴുകി ചുംബിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രം കുറിച്ചു. കത്തോലിക്ക സഭയുടെ നടപ്പ് രീതികളിൽ നിന്ന് മാറി നടന്നു. യാഥാസ്ഥികരുടെ വിമർശനങ്ങൾ അവഗണിച്ചു. നിലപാടുകൾ തുറന്നു പറയുന്നതിലും പോപ്പ് വ്യത്യസ്തനായി. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്നും നിലകൊണ്ട വലിയ ഇടയൻ ബാലപീഡനത്തിനും ലൈംഗിക പീഡനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. സ്വർഗാനുരാഗികളെയും ഭിന്നലിംഗക്കാരെയും വിവാഹമോചിതരെയും പുനർവിവാഹിതരെയും സഭയുടെ ഗാത്രത്തോട് ചേർത്തണച്ചു. ഭിന്നലിംഗക്കാർക്ക് സഭാഭരണത്തിൽ ചുമതലകൾ നൽകി. വിധിക്കാൻ ഞാൻ ആരുമല്ല എന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞു. മഹാ ഇടയൻ നിത്യതയിലേക്ക് മടങ്ങുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പകർന്നു നൽകിയ ദർശനങ്ങളും സന്ദേശവും ലോകത്തിനു മുന്നിൽ വെളിച്ചമായി നിലകൊള്ളും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.